സംസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങളൊന്നും തരാൻ തയ്യാറില്ല കേന്ദ്രം. അത് രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടാണ് തരാതിരിക്കുന്നത്, വേറെ എന്തെങ്കിലും കാരണം കൊണ്ടല്ല. ഈ കേരളം പോലെ ഒരു ഇന്ത്യ അംഗീകരിക്കുന്ന ലോകത്ത് തന്നെ വിവിധ സന്ദർഭങ്ങളിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അകത്ത് നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് പോലും രാജ്യം പരിഗണിക്കുന്ന പോലെ പരിഗണിക്കുന്ന ഒരു നാടായി ഈ കേരളം. COVID-19 വന്നപ്പോൾ എല്ലാറ്റിനെയും പരിഗണിക്കുന്ന കൂട്ടത്തിൽ വേറെ സംസ്ഥാനങ്ങളെ പറ്റിയൊന്നും അമേരിക്ക പോലും ചർച്ച ചെയ്തില്ല. പക്ഷേ കേരളത്തെ പറ്റി ചർച്ച ചെയ്തിട്ടുണ്ട്. കേരളം ഒരു രാജ്യം പോലെയാണ് ചർച്ച ചെയ്തത്. പ്രത്യേകതയുണ്ട് കേരളത്തിൻ്റെ. കേരള മോഡൽ വെറുതെ ഉണ്ടായതൊന്നുമല്ല. കേരള മോഡൽ നമുക്ക് ഇതും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. കേരള മോഡലും കൂടി പറഞ്ഞ് അവസാനിപ്പിച്ചാളിയാം. കേരള മോഡൽ എന്ന് പറയുമ്പോൾ ഇപ്പോഴും ചില പത്രങ്ങൾ പറയുന്നത് പോലെ, നിങ്ങളെ മാതൃഭൂമി ഉൾപ്പെടെ ഏതെങ്കിലും ഒറ്റപ്പെട്ട കാര്യം ചൂണ്ടിക്കാണിച്ചിട്ട് ഇതാണോ കേരള മോഡൽ എന്ന് ചോദിക്കും. അതൊന്നുമല്ല കേരള മോഡൽ. കേരള മോഡൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ മറ്റിതര സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പാവപ്പെട്ട മനുഷ്യൻ്റെ, പട്ടികജാതിക്കാരൻ്റെ, പട്ടികവർഗക്കാരൻ്റെ, പിന്നോക്ക സമുദായക്കാരൻ്റെ, മുന്നോക്ക സമുദായത്തിൻ്റെ പിന്നോക്കം നിൽക്കുന്നവൻ്റെ, കർഷക തൊഴിലാളിയുടെ, കൃഷിക്കാരൻ്റെ, ചെത്തുതൊഴിലാളിയുടെ, നെയ്ത്ത് തൊഴിലാളിയുടെ, കശുവണ്ടി തൊഴിലാളിയുടെ, ചുമട്ട് തൊഴിലാളിയുടെ, ഓട്ടോറിക്ഷ തൊഴിലാളിയുടെ ജീവിതം മെച്ചപ്പെട്ട ഗുണമേന്മയുള്ള ജീവിതമാക്കാൻ സാധിച്ച ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനം ഈ കേരളമാണ് എന്നുള്ളതാണ് കേരള മോഡൽ. അല്ലാണ്ട് വേറെ ഒന്നുമല്ല കേരള മോഡൽ. അവിടെ കാണുന്ന ഏതെങ്കിലും ചൂണ്ടിക്കാണിച്ചിട്ട് ഇതാണോ കേരള മോഡൽ എന്ന് ചോദിച്ചാൽ അതല്ല കേരള മോഡൽ. ഇതാ കേരള മോഡൽ. ലക്ഷക്കണക്കിന് മനുഷ്യന് ജീവിക്കാൻ ഏത് ഇന്ത്യൻ സംസ്ഥാനത്തേക്കാളും മുമ്പോട്ടേക്ക് വന്ന് അതിന് വിദ്യാഭ്യാസപരമായിട്ടുള്ള, ആരോഗ്യപരമായിട്ടുള്ള ഏത് പശ്ചാത്തലത്തിലും മുമ്പോട്ടേക്ക് പോകാൻ സാധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനം എന്ന രീതിയിലുള്ള പ്രത്യേകതയിൽ നിന്നാണ് അമർത്യാസൻ. ലോകത്തിലെ മുതലാളിത്ത സമൂഹത്തിൻ്റെ ഭാഗം തന്നെയാണ് കേരളം. കേരളം സോഷ്യലിസമൊന്നുമല്ല, കേരളം കമ്മ്യൂണിസമല്ല. കേരളം ഇന്ത്യയിലെ കുത്തക മുതലാളിത്തത്തിൻ്റെയും കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിൻ്റെയും ഇപ്പോഴാണെങ്കിൽ സവർണ മേധാവിത്വത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള ഏകാധിപത്യ സമീപനത്തിൻ്റെയും ഭാഗമായി നിൽക്കുന്ന ഒരു ഭരണ സംവിധാനമാണ്, ഒരു ഭരണകൂട വ്യവസ്ഥയാണ്. ആ ഭരണകൂട വ്യവസ്ഥക്കകത്താണ് കേരളം ഈ രൂപത്തിൽ പ്രത്യേകതയോടുകൂടി മുമ്പോട്ടേക്ക് വന്നത്. അതിനും ഒരുപാട് കാരണങ്ങൾ ഞാൻ ആ ചരിത്രത്തിലൊന്നും കടക്കുന്നില്ല. ഭൂബന്ധത്തിൽ വന്ന മൗലികമായ മാറ്റമാണ് കേരളത്തിൻ്റെ അടിസ്ഥാനപരമായ മാറ്റത്തിന് അടിസ്ഥാനം. ഭൂബന്ധത്തിൽ വന്ന മൗലികമായ മാറ്റം, ജന്മിത്വം അവസാനിപ്പിച്ച് വെച്ചുകാണൽ, കങ്കാണി, നൂരി, മുക്കാല്, വാശി, മാറ്റിമുടക്കൽ, കല്ലും തോലും വെച്ചുകെട്ടൽ, അന്ധവിശ്വാസ ജടിലമായ നിലപാടുകൾ, ഇതെല്ലാം പൂർണ്ണമായിട്ട് മാറ്റി ജന്മിത്വം അവസാനിപ്പിക്കാനായ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഒരേ ഒരു സംസ്ഥാനം ഈ കേരളമാണ് എന്നുള്ളത് കൊണ്ടാണ് കേരള മോഡലിലേക്ക് പോകാൻ ഈ കേരളത്തിന് സാധിച്ചത്. ഇല്ലെങ്കിൽ സാധിക്കില്ല. ഈ പ്രത്യേകത കൊണ്ടാണ്, വെറുതെയല്ല. 1957 മുതൽ വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കിയ അതിശക്തമായ മുന്നേറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ആധുനിക കേരളം ഉണ്ടായത്. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെക്കാളും അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കളുള്ള നാടാണ് കേരളം. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെക്കാളും അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കളുള്ള നാടാണ് കേരളം. അത് ഞാൻ ബോധപൂർവം പറയുകയാണ്. ഇന്ത്യയിലെ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരൊക്കെ ഉണ്ട്. അതെല്ലാം പ്രമാണീൻ്റെ മക്കളാണ്. വലിയ ഭൂപ്രമാണീൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ, എല്ലാ വലിയ വലിയ ആളുകളുടെ, അവരുടെ മക്കളാണ് ഈ പറയുന്ന അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾ. ഇവിടെ ഇന്ന് ഈ കേരളത്തിൽ ഏത് പട്ടികജാതിക്കാരൻ്റെയും, ഏത് പട്ടികവർഗക്കാരൻ്റെയും, ഏത് പിന്നോക്കക്കാരൻ്റെയും, ഏത് കർഷക തൊഴിലാളിയുടെയും, ഏത് കൃഷിക്കാരൻ്റെയും വീട്ടിൽ അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കളുണ്ട്. കോരി വാരിയെടുക്കാനുള്ള അഭ്യസ്തവിദ്യരുള്ള ഈ ഇന്ത്യയിലെ ഒരേ ഒരു നാട് ഈ കേരളമാണ്. അത് വിദ്യാഭ്യാസത്തിൻ്റെ 57 EMS ഗവൺമെൻറ് മുതൽ തുടർന്നു വന്ന നിരവധിയായ ഇടപെടലിൻ്റെ ഭാഗമായി ഈ കേരളം രൂപപ്പെട്ട ഒന്നാണ്. അതിനെപ്പോലും തകർക്കാനാണ് ഭരണവർഗം ഗവർണറെ ഉപയോഗപ്പെടുത്തിയിട്ട് കാവ്യവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഉന്നത വിദ്യാഭ്യാസം മുഴുവൻ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.